പാലക്കാട് വിത്തിനിശ്ശേരിയിൽ ജനവാസ മേഖലയിലിറങ്ങിയ പുലിയെ പിടികൂടാൻ കൂടും ക്യാമറയും സ്ഥാപിച്ചു. പള്ളിച്ചുവടിൽ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലാണ് കൂട് വെച്ചിരിക്കുന്നത്. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ഷംന, സ്വാഭാവികമായും നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. എന്താണ് വനംവകുപ്പ് ഇതിൽ സ്വീകരിക്കുന്ന തുടർ നടപടി? വിവരങ്ങൾ എന്താണ് ഐഷത്തുൽ ഷംന? പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് നിരവധി ആശങ്കയുടെ ദിവസങ്ങളാണ് ഇപ്പോൾ ഈ കടന്നു പോകുന്നത്. കാരണം നിരവധി വിവിധ പ്രദേശങ്ങളിൽ വന്യജീവി ആക്രമണവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാന്നിധ്യവും രൂക്ഷമായി വരികയാണ്. കാട്ടാന, കടുവ, പുലി തുടങ്ങിയ എല്ലാ വന്യജീവികളുടെ സാന്നിധ്യവും ഇപ്പോൾ പാലക്കാട് ജില്ലയുടെ വിവിധ മേഖലകളിലുണ്ട്. ഇതിൽ തന്നെ മണ്ണാർക്കാട് കഴിഞ്ഞ ദിവസം ഒരു പുലി കൂട്ടിൽ അകപ്പെട്ടിരുന്നു. മറ്റൊരു പുലി കൂടി ഇനി മേഖലയിൽ തന്നെ ഉണ്ട്. അതിനെ പിടികൂടാനുള്ള നടപടികൾ തുടരുകയാണ്. ഈ ഒരു ദിവസങ്ങളിൽ തന്നെയാണ് പാലക്കാട് വിത്തിനശ്ശേരിയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായത്. അത് കൃത്യമായി തന്നെ ഒരു വീട്ടിൽ CCTV ദൃശ്യങ്ങളിൽ ഈ പുലിയുടെ ചിത്രങ്ങൾ പതിയുകയും ചെയ്തു. ഈ വീട്ടിലെ വളർത്തുനായയെ ആക്രമിക്കാൻ വേണ്ടി പുലി വരുന്നതിനിടെ വളർത്തുനായ അതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് അന്ന് പുറത്തു വന്നിരുന്നത്. അത് സോഷ്യൽ മീഡിയകളിൽ അടക്കം വളരെ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് വനംവകുപ്പ് അടക്കം പ്രദേശത്ത് വ്യാപകമായി തെരച്ചിൽ നടത്തുകയും പരിശോധനയൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ പുലിയെ കടുവയെ പിടികൂടാൻ സാധിച്ചില്ല. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും കൂട് സ്ഥാപിക്കണം എന്നുള്ള ഒരു ആവശ്യവും ഉയരുന്നത്. കാരണം മേഖലയിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള പുലിയുടെയും കടുവയുടെയും ഒക്കെ സാന്നിധ്യമുണ്ട്. ഇത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തന്നെ ജനവാസ മേഖലയിലാണ്, വീട്ടുമുറ്റത്താണ് ഇങ്ങനെ എത്തുന്നത്. ഇതൊക്കെ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്താണ് പുലിയെ കണ്ടത്. വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. അതിന് പിന്നാലെ ഇപ്പോൾ വനംവകുപ്പ് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.